ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്കിളെ, എന്റെ വന്ദനമ്മയെ കൊണ്ടുവന്നില്ലേ? എന്റെ വന്ദനമ്മയെ അവര് വിട്ടില്ലല്ലേ? ഇല്ല മോളെ, ഉടനെ വിടാനുള്ള മാർഗമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്കിൾ അതൊക്കെ വെറുതെ പറയുന്നതാ. അല്ല മോളെ, സത്യ. മോളുടെ വന്ദനാമ്മയെ കൊണ്ടുവരാൻ അങ്കിളും വിക്രമങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വന്ദനമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് വിക്രമങ്കിളാണെന്ന് വസന്തമ്മ പറഞ്ഞല്ലോ. ആ അങ്കിള് ദുഷ്ടനാ. അയ്യോ മോളെ, അങ്ങനൊന്നും പറയരുത്. വിക്രമങ്കിള് പാവാ. എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യ ചർച്ച? വന്ദനയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് വിക്രമാണെന്ന് വസന്തേച്ചി മോളോട് പറഞ്ഞോ? അയ്യോ, അതൊന്നും ഞാനായിട്ട് പറയുന്നതല്ല അനിയ. അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് ദിയമോള് കേട്ടതാ. എന്തിനാ ചേച്ചി അയൽക്കാരോടൊക്കെ ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇത് നല്ല കൂത്തു. എന്റെ അനുജത്തി ജയിലിലായതിനെ കുറിച്ച് നാട്ടുകാർ ഓരോന്ന് പറയുമ്പോ എനിക്കത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റൂ അനിയ? വിക്രമായി ചേർന്ന് ഏതോ ബിസിനസ് തുടങ്ങിയപ്പോഴല്ലേ വന്ദനകത്തായത്. വിക്രം വന്ദനയോടുള്ള മുൻവൈരാഗ്യം തീർത്തുന്നാ എല്ലാരും പറയുന്നത്. എന്നാലേ അത് ശരിയല്ല. ഒരു പണം പോലും മുൻകൂർ വാങ്ങാതെ ബിസിനസ് ചെയ്യാൻ വേണ്ട സഹായം ചെയ്ത് തന്നവനാണ് വിക്രം. അതും വന്ദനയുടെ അറസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. ഇത്തിരി എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാ മതി, അതങ്ങ് ഇരട്ടിക്കിരട്ടിയായി പറഞ്ഞുണ്ടാക്കി നാള് മുഴുവൻ നിറച്ചോളും. നമ്മുടെ സമൂഹം അങ്ങനെയായി പോയി അനിയ. അനിയനൊരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് വന്ദനെ ഒന്ന് പുറത്തിറക്കാൻ നോക്കൂ. ഇല്ലെങ്കിൽ ഈ അപവാദ പ്രചരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അറിയാം ചേച്ചി, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അടുക്കള സാധനങ്ങൾ മുഴുവൻ തീർന്നു. അത് പിന്നെ അതൊക്കെ നമുക്ക് ഉടനെ വാങ്ങാം. ചേച്ചിയുടെയും മോളുടെയും കാര്യത്തില് കുറവൊന്നും വരുത്തണ്ട. കൂട്ടത്തിൽ ദിയമോളുടെ കാര്യം ഒന്ന് അല്പം ശ്രദ്ധിച്ചാ മതി. വാ. വന്ദനെ ഉടനെ പുറത്തിറക്കാൻ നോക്കാമെന്നുള്ള അഴകുഴമ്പം മറുപടിയേ ഉള്ളൂ. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ജഗന്റെ പണം പരമാവധി അടിച്ചു മാറ്റാന്നുള്ള കണക്കൂട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒക്കെ കുഴയുന്ന ലക്ഷണമാ. കുറച്ചുകൂടെ നോക്കാം. വശക്കേടാണെങ്കി പൊടിയും തട്ടി ഞാൻ എന്റെ വഴിക്ക് പോവും.